നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, അത് മൊബൈൽ ഫോൺ ആയേക്കാം, നമ്മുടെ പേഴ്സ് ആയേക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അകാലത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചെന്ന് വന്നേക്കാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനോട് അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയാണ് അതിനോട് നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കൺസൾട്ടേഷൻ്റെ ദിവസം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വരികയുണ്ടായി. അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. ബിസിനസ്സൊക്കെ നല്ല സക്സസ്ഫുള്ളി ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ആളാണ്. അത്യാവശ്യം എല്ലാ ആളുകൾക്കും ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള 1 TB സ്റ്റോറേജുള്ള iPhone 17 Pro Max നഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഫോൺ നഷ്ടപ്പെട്ടതിൽ വലിയ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇനിയും 2-3 iPhone 17 Pro Max ഒക്കെ വാങ്ങിക്കാൻ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെൻസുകൾ, ചില പ്രധാനപ്പെട്ട ചില തെളിവുകൾ, അതൊക്കെ ആ ഐഫോണിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടത് കാരണമായിട്ട് ലക്ഷങ്ങളുടെ നഷ്ടമായി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അത് തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് തിരിച്ചു കിട്ടുമോ, അതെവിടെയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തു എന്നതിലേക്കല്ല പ്രവേശിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം, നമ്മുടെ വിലപ്പെട്ട പലതും. ഇപ്പോൾ ഇവിടെ തന്നെ പലപ്പോഴും നേരിട്ട് വരുന്നവരിൽ, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരിലൊക്കെ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. സ്വന്തം മുന്നിൽ വെച്ച് ആക്സിഡൻറ്റിൽപ്പെട്ട് മോള് മരണപ്പെട്ടവർ, അതേപോലെ തന്നെ അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോയവരൊക്കെയുണ്ട്. ഞാനെന്ന് പറയുന്നത്, നമ്മളെങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത്, അതിൻ്റെ ഇസ്ലാമികമായ രീതി എങ്ങനെയാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നിങ്ങൾക്കത് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിൽ പറയുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ക്ലിയർ ഉള്ളൊരു ഇമേജ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഫോണിൽ അത് വരും. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓതാനും വായിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിക്കുമ്പോൾ, നമ്മൾ വലിയ രോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ iPhone 17 Pro Max 1.5 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് യാത്ര പോകുന്നത്. ആ യാത്രയിലാണ് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്തകളൊക്കെ, എൻ്റെ ഫോണ് എനിക്ക് എടുക്കാതെ പോയാൽ മതിയായിരുന്നു. ആദ്യം അദ്ദേഹം ചിന്തിച്ചത് അതാണ്, എൻ്റെ ഫോൺ എനിക്ക് എടുക്കാതെ പോയാൽ മതിയായിരുന്നു. ആ ഫോൺ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു. ഇനി എന്താ ചെയ്യുക, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില രേഖകളൊക്കെ അതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ആ യാത്ര പുറപ്പെട്ടത്. ആ യാത്ര പുറപ്പെട്ടതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ആ സുഹൃത്ത് എന്നെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ യാത്ര പുറപ്പെടില്ലായിരുന്നു. യാത്ര പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഫോൺ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു കൂട്ടിയിരിക്കുക. ഞാനിത് ആരോട് പറയാൻ, എന്നിങ്ങനെ മാനസികമായിട്ട് അതിലുള്ള ചില രേഖകളൊക്കെ നഷ്ടപ്പെട്ടതിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? മഹാനരായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ വിട്ടുപിരിഞ്ഞ സന്ദർഭം, മറ്റു മക്കൾ
അവർ ചെയ്ത ദുഷ്ചെയ്തികളും അറിഞ്ഞ് വ്യസനിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 86-ാമത്തെ ആയത്തിൽ കാണാം. ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വല്ലാഹു വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമുൻ. ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി, ഞാൻ എൻ്റെ വിഷമവും വ്യസനവും ദുഃഖവുമെല്ലാം അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, നിന്നോട് ഞാൻ ബോധിപ്പിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഇതാ എത്തിച്ചിരിക്കുന്നു. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, എൻ്റെ അറിവൊക്കെ പരിമിതമാണ്. അള്ളാഹുവിനാണ് എല്ലാം അറിയുന്നത്. അള്ളാഹുവിന് നമ്മളൊക്കെ അറിയാത്ത പല കാര്യങ്ങളും അള്ളാഹ്ക്കറിയാം എന്ന തവക്കുലിൻ്റെ വാക്കാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം റബ്ബിലേക്ക് അങ്ങ് സമർപ്പിച്ചു. എൻ്റെ മകൻ വിട്ടുപിരിഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട് ചെയ്ത ദുഷ്പ്രവൃത്തികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് അങ്ങ് തവക്കുലാക്കി റബ്ബിലോട് ആവലാതി ബോധിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിങ്ങനെ എന്നെ തോന്നിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞതായിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് വിവരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആദ്യ പ്രാവശ്യം തന്നെ ഫസ്റ്റ് ടൈം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുക. അങ്ങനെ ചെയ്താൽ അതിനു പകരം സ്വർഗത്തേക്കാൾ കുറഞ്ഞ മറ്റൊരു പ്രതിഫലം ഞാൻ തൃപ്തിപ്പെടുന്നില്ല എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇബ്നു മാജഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു കാര്യമോ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് ആദ്യ തവണയിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കുക. എന്നിട്ട് റബ്ബിൻ്റെ പ്രതിഫലത്തെ നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം നൽകുകയില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എല്ലാ സമയത്തും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം എന്നില്ല എന്നുള്ളതാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് ഇവിടുത്തെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. ഇതെൻ്റെ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മുസീബത്ത് എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൈറും ഷർറും അത് റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. പിന്നെ നമ്മളതിൽ ദുഃഖിച്ചിട്ടെന്ത് കാര്യം എന്നുള്ളത് ആലോചിക്കുക. ആ മൊബൈൽ നഷ്ടപ്പെടുന്നതിന്, മൊബൈലാണെങ്കിൽ മൊബൈൽ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചു കച്ചവടത്തിൽ, അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് പൂർണ്ണമായിട്ട് ചിന്തിക്കാം. ഇപ്പോൾ ആ ഐഫോൺ 17 Pro Max യാത്രയിലാണ് നഷ്ടപ്പെട്ടത്. യാത്രയിൽ ഞാൻ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചോ? ഞാൻ ളുഹർ നിസ്കരിക്കാൻ സമയമുണ്ടായിട്ട് ളുഹർ നിസ്കരിച്ചിട്ടാണോ യാത്ര ആരംഭിച്ചത്? ഇപ്പോൾ ളുഹർ ഖളാ ആയില്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്കും അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കുമാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. യാത്രയിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കേവലം ഈ ഐഫോൺ 17 Pro Max എന്ന് പറയുന്ന ഈ മൊബൈൽ ഫോൺ മാത്രമാണല്ലോ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വേറൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇതൊക്കെ ഏതോ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ പലരുമില്ലേ? സുനാമി വന്നപ്പോൾ, ഉരുൾപൊട്ടൽ വന്നപ്പോൾ, വലിയ വെള്ളപ്പൊക്കങ്ങൾ വന്നപ്പോൾ, വലിയ അപകടങ്ങൾ വന്നപ്പോൾ, ആക്സിഡൻറ്റുകൾ സംഭവിച്ചപ്പോൾ എല്ലാം നിമിഷ നേരങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരില്ലേ? എനിക്കങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. എൻ്റെ മൊബൈൽ ഫോൺ മാത്രമല്ലേ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. ഒരു മുസ്ലിമിന് വല്ല വസ്തു നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്റ് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തിൻ വഖ്ലുഫ് അലയ്യ ഖൈറം മിൻഹ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ടെൻഷൻ അടിച്ചു, ദുഃഖിച്ചു, പ്രയാസപ്പെട്ടു, മനസ്സ് തകർന്നു, എന്നാൽ ഒരമണിക്കൂർ അങ്ങനെ ഇരുന്നാൽ എനിക്കത് തിരിച്ചു കിട്ടുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ അരമണിക്കൂർ ഇരുന്നാൽ അത് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ
പോസിറ്റീവായിട്ടെടുത്ത് റബ്ബിൽ തവക്കുലാക്കിയിട്ട് നല്ല ചിന്തയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ വലിയ വിജയമുണ്ടാകും. മഹാനരായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ആ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചിന്തിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് രക്ഷയുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.